എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്നത് n × n+1/2. n ഇരട്ട സംഖ്യകളുടെ തുക. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 എക്സെട്ര. അതിന്റെ n × n+1. n ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7 അങ്ങനെ വരും. അതിന്റെ തുക n². അത് കാണാനുള്ള ഫോർമുല. ഇനി അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 എണ്ണ സംഖ്യകളുടെ കൂടെ സീറോയും കൂടെ ഉൾപ്പെട്ടാൽ അഖണ്ഡ സംഖ്യകളായി. 0, 1, 2, 3 എക്സെട്ര. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ 0. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാലും 0. കാരണം 0യിൽ തുടങ്ങുന്നതുകൊണ്ട് എത്ര വന്നാലും ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചാലും 0 × 1 × 2 × എക്സെട്ര 0 വരും. അത് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. ഇനി ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചാൽ n × n−1/2. 1 മുതൽ n വരെയുള്ള എണ്ണ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക 1² + 2² എക്സെട്ര n². n × n+1 × 2n+1 6. n × n+1 × 2n+1/6. 1 മുതൽ n വരെയുള്ള എണ്ണസംഖ്യകളുടെ ക്യൂബുകളുടെ അല്ലെ ഘനങ്ങളെന്നും പറയാം തുക. 1³ + 2³ എക്സെട്ര n³. അതായത് n × n+1/n × n+1/2 2. ഈ ഫോർമുല ബൈ കട്ടാക്കി വെക്കുക.